നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നോമ്പുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ. മെയിനായിട്ട് ബിസിനസ്സുകാരൻ ഹക്കലും ബാത്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ പറയുന്നതാണ്. ബിസിനസ്സുകാരൻ അതിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ അറിയുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്യണം ഒരു ബിസിനസ്സുകാരൻ. അല്ലാതെ ഈ നോമ്പ് സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നോമ്പൊക്കെ പോകും. നമ്മൾ ഇസ്ലാമിന് എതിരായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നോമ്പൊക്കെ പോകുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൊണ്ട് വേണ്ടാതനം പറയാതിരിക്കുക. നോമ്പ് നോറ്റിട്ട് ഞാനിപ്പോൾ മറ്റൊരാളെ കൊണ്ട് വേണ്ടാതനം പറയാതിരിക്കും. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതായാലും ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിയാതെ ആയാലും പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്ത വ്യക്തിയുടെ നോമ്പ് ആർക്ക് പോവുക? ആ പറഞ്ഞ വ്യക്തിക്ക് പോവും. അങ്ങനെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? നോമ്പ് എടുത്താൽ അതിൻ്റെ സിസ്റ്റങ്ങൾ പാലിക്കണം. പിന്നെ രാവിലെ എണീച്ച് നമ്മൾ എന്തായാലും നമ്മുടെ ഫർദായ കാര്യമാണ് അത്താഴം കഴിക്കണം. പിന്നെ ഖുർആൻ ഓതണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നോമ്പിൻ്റെ ശക്തി നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാണ്ടൊന്നും കിട്ടൂല. നോമ്പ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നോമ്പെടുത്തിട്ട് കിട്ടിയാലൊന്നും നോമ്പൊന്നും കിട്ടൂല. നോമ്പിൻ്റെ ഓരോരോ സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങൾ ഖുർആൻ അറിയാത്തവർ ദിക്റല്ല. എല്ലാവർക്കും ഖുർആൻ അറിയണമെന്നൊന്നുമില്ല. അള്ളാഹുവിനെ സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹ് എന്നെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മുടെ നോമ്പ് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോമ്പ് നോറ്റിട്ട് എല്ലാ കളിയും കളിച്ചിട്ട് പിന്നെ നോമ്പ് കൊടുത്തു കഴിഞ്ഞുകൊണ്ടൊന്നും നോമ്പ് നമുക്ക് ശരിയാവില്ല. അതിൻ്റേതായ കാര്യങ്ങൾ പടച്ചോൻ നമുക്ക് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ പണ്ട് കാലേ ഉള്ളതാണ്. ഇപ്പോൾ ഇറങ്ങിയതൊന്നല്ലല്ലോ നോമ്പൊന്നും. പണ്ട് കാലേ ഉള്ളതാണ്. റസൂലുള്ള ഉള്ള കാലത്തോ മുമ്പേ റസൂലുള്ള ഉള്ള കാലത്തോളം ഉണ്ടായ കാര്യമാണിത്. റസൂലുള്ളയാണ് നമ്മളിൽ കൊണ്ടുവന്നത്. അന്ന് മുതലുള്ള കാര്യമാണ്. ഇന്നത്തെ പോലത്തെ നെറ്റും പിന്നെ ഇൻ്റർനെറ്റും അതൊന്നല്ല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്താൽ അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും. നമുക്കിവിടെ ഒരു ജീവിതമല്ല, 2 ജീവിതമില്ല. ഇവിടെയുണ്ട് ജീവിതം, മറ്റൊരു സ്ഥലത്തുണ്ട് ജീവിതം. ഇവിടുത്തെ ജീവിതം എന്ന് വെച്ചാൽ അത് താൽക്കാലികമായ ജീവിതമാണ്. അതിൽ നമ്മൾ അടിമപ്പെടാതിരിക്കുക. നമുക്ക് പടച്ചോൻ ഫർദാക്കിയ കാര്യമാണ് നോമ്പ്. അതെല്ലാവരും അനുഷ്ഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബായ്.